അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അണ്ടമാനിലെ പ്രശസ്തമായ സൺഡേ മാർക്കറ്റിലേക്കുള്ള യാത്രയിലാണ്. രാവിലെ ഏകദേശം 4-4:30 മണിയോട് കൂടി തന്നെ ആരംഭിക്കുന്ന ഏറെ ജനത്തിരക്കേറിയ ഒരു മാർക്കറ്റ് കൂടിയാണ് ജംഗ്ലിഗഡിലെ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. വിവിധതരം ഭക്ഷണങ്ങൾ, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ നാട്ടിൽ കിട്ടുന്ന പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ പലതും സുലഭമായി തന്നെ ഇവിടെ കാണാം. നാട്ടിൽ കാണാറുള്ള തനി മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ മൊജ്ജ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തരം മീനാണിത്. വില കെട്ടിയപ്പോൾ ഞെട്ടിപ്പോയി. ഏകദേശം 1000 രൂപയോളം അടുത്ത് വരുന്ന മൂല്യമുള്ള ഒരു മീനാണിത്. ഏറെ കൗതുകം തോന്നിയൊരു കാഴ്ചയാണിത്. നാട്ടിലൊക്കെ ഇപ്പോൾ അപൂർവമായി കണ്ടുവരാറുള്ള, പൂർവ്വകാലങ്ങളിൽ സുലഭമായി ഉണ്ടായിരുന്ന വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഇണ്ണിത്തണ്ടാണിത്. ഇവിടെ ട്യൂബ്ലൈറ്റ് എന്നറിയപ്പെടും. ഇതിൻ്റെ പീസായിട്ടാണ് വിൽപ്പന നടത്താറുള്ളത്. പീസിന് 20-30 ഒക്കെയാണ് രൂപ. വിവിധ തരം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരെ പോയത് തൊട്ടപ്പുറത്തുള്ള ജംഗ്ലിഗഡിലെ തന്നെ മീൻ മാർക്കറ്റിലേക്കാണ്. നാടിനെ അപേക്ഷിച്ച് മത്സ്യങ്ങൾക്ക് വില കുറവുണ്ട് എന്നൊന്നും പറയാൻ നോക്കില്ല. എങ്കിലും നല്ല മത്സ്യങ്ങൾ, നല്ല മീൻ ഇവിടെ കിട്ടുമെന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞങ്ങളെത്തിയപ്പോൾ ഏകദേശം മാർക്കറ്റിൻ്റെ രൂപവും ഭാവമൊക്കെ അവസാനിച്ച മട്ടിലായിരുന്നു. എങ്കിലും പലതരം മീനുകൾ. ആ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മത്തി എന്ന് പറയുന്നത്. മത്തിക്ക് നാട്ടിൽ മാത്രമല്ല മൂല്യമുള്ളത്, ഇവിടെയുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വിശിഷ്ട വ്യക്തിത്വത്തിന് അർഹനായ ഒരാളാണ് ബഹുമാനപ്പെട്ട മത്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയാപ്പിളകോര എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അത് ചെമ്പലിയാണെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത്. ഏതായാലും ഇവിടെ അധികം ഒരു പ്രത്യേകത, സ്ത്രീകളാണ് വിൽപ്പനക്ക്. മീൻ പിടിക്കാൻ ആണുങ്ങളും വിൽപ്പനക്ക് പെണ്ണുങ്ങളും. മറ്റൊരു അതിഥികളെ കൂടി കാണിച്ചു തരാം. നെത്തിൽ എന്ന് അറിയപ്പെടുന്ന ആ ഒരു മീനിനെ ഉണക്കി വെച്ച രംഗാണ്. സ്ത്രീകളൊക്കെ അവിടെ കുടുംബസമേതം കുട്ടികളെ കൂടെ കൂട്ടിയിട്ടാണ് വിൽപ്പനക്ക് വന്നിട്ടുള്ളത്. ആ കാഴ്ച കണ്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും തിരക്ക് അങ്ങനെയൊന്നും അവസാനിച്ചിട്ടില്ലായിരുന്നു. പലതരം സ്ഥലങ്ങളിൽ നിന്ന്, അണ്ടമാനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ചരക്കുകളെത്തും. അതുപോലെ തന്നെ മെയിൻലാൻഡുകളായ ചെന്നൈ, ആന്ധ്ര പ്രദേശങ്ങളിൽ നിന്ന് പോലും ചക്ക എന്ന് പറയുന്നത് വിൽപ്പന നടത്തുന്നു. കിലോന് 50-60 രൂപയും ആയിട്ട് ഈ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത. മാർക്കറ്റിൽ നിന്ന് വില അത്രയാണെങ്കിൽ പുറത്തതിലേക്കാളും ഡബിൾ ഉണ്ടാവുന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം അതുകൊണ്ട് തന്നെ പരിസരവാസികളൊക്കെ ഈ ഒരു മാർക്കറ്റിന് വളരെ പ്രാമുഖ്യവും പ്രാധാന്യവും കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിരാവിലെ മാർക്കറ്റിന് ലക്ഷ്യമാക്കി വരുന്ന ആളുകൾ അനവധിയാണ്. കേരളത്തെ പോലെ അതല്ലെങ്കിൽ മറ്റ് മെയിൻലാൻഡുകളെ പോലെ വില കുറവുണ്ട് എന്ന് പറയാൻ നോക്കില്ലെങ്കിലും
ഇവിടുത്തെ അപേക്ഷിച്ച് ഈ നാടിനെ അപേക്ഷിച്ച് ഈ മാർക്കറ്റിൽ വില കുറവ് തന്നെയാണ്.